നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ബോബി സെബാസ്റ്റ്യൻ. ഞാൻ കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻ സ്പെഷ്യൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ആൻറ്റിബയോട്ടിക്കുകളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കിനെതിരെയുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലെയുള്ള പ്രശ്നങ്ങളും ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസേജ്, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എത്ര മില്ലിഗ്രാമിൻ്റെ മരുന്നാണ് നിങ്ങൾ കഴിക്കേണ്ടത്, എത്ര ദിവസത്തേക്ക് കഴിക്കുക എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി പാലിക്കേണ്ടതാണ്. അണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര മില്ലിഗ്രാം ആൻറ്റിബയോട്ടിക് വേണം എന്നുള്ളതാണ് ഡോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ദിവസം കഴിച്ചാൽ ഈ അണുക്കളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാം എന്നുള്ളതാണ് അതിൻ്റെ ഷെഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്ന അതേ ക്രമത്തിലും അതേ ഡോസിലും അത്ര ദിവസത്തേക്കും തന്നെ ആൻറ്റിബയോട്ടിക് നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഈ അണുക്കൾ പൂർണ്ണമായി നശിക്കാതെ നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയും പിന്നീട് നമുക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുമുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ശരീരത്തിൽ കിടക്കുന്ന അണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകളോട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ മരുന്നുകളോട് പ്രതികരിക്കാതെയുള്ള അവസ്ഥയിലേക്കും പോകാം. അങ്ങനെ വരുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകളോട് ഈ അണുക്കൾ പ്രതികരിക്കാതെ ആവും. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ആൻറ്റിബയോട്ടിക്കുകൾ ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ ചെറിയ ചെറിയ മുറിവുകൾ കൊണ്ടും ചെറിയ ചെറിയ അണുബാധകൾ കൊണ്ടും ആൾക്കാർ മരിച്ചു പോയിരുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ തിരികെ പോകുന്ന ഒരു പ്രതിഭാസം സംജാതമാകാനുള്ള സാധ്യതകളുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ അധികം പുതുതായിട്ട് കണ്ടുപിടിക്കുന്നില്ല. വരുന്ന തലമുറയ്ക്കും ഇതേ ആൻറ്റിബയോട്ടിക്കുകൾ തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ വളരെ ഉത്തരവാദിത്തോടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.